മോട്ടോർ സ്പോർട്സിലൊരു കാലം ഉണ്ടായിരുന്നു. ആകെ കുറച്ച് റൂൾസ്. വണ്ടി നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പണിയാം. എത്രത്തോളം പവർ നിങ്ങൾക്ക് കയറ്റാൻ പറ്റുമോ അത്രയും പവർ നിങ്ങൾക്ക് കയറ്റാം. പിന്നെ പേടി, അതെന്താന്ന് കൂടി അറിയാത്ത കുറെ ഡ്രൈവർമാരും. കാറുകൾക്കൊക്കെ 600-700 ഹോഴ്സ് പവറിനെ കാട്ടി മേലെ പവർ. വെയിറ്റ് ആണെങ്കിലോ 800-900 കിലോ. നോ ട്രാക്ഷൻ കൺട്രോൾ, നോ ABS, നോ ഇലക്ട്രോണിക്സ്, ഓൺലി കാർ. 200 കിലോമീറ്റർ സ്പീഡ് പോകുന്ന കാറിന് തൊട്ടും തോണ്ടിയും കളിക്കാൻ വേണ്ടിയിട്ട് ഫാൻസും. 10 seconds and away. This is Group B Rally. ഈ റേസ് ആകെ 4 വർഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ 4 വർഷം ഈ റാലി എന്ന് പറയുന്ന സംഭവത്തിന് കുറേയൊക്കെ അങ്ങോട്ട് മാറ്റിമറിച്ചവന്മാർ. 1980s ഈ റാലി റേസിങ്ങിനൊക്കെ കുറച്ചുകൂടെ എന്റർടൈൻമെന്റ് ആവശ്യമുണ്ടായിരുന്നു. സോ FIA തീരുമാനിച്ച് നമുക്ക് ഈ റൂൾസ് ഒക്കെ ഒന്ന് പൊളിച്ചെഴുതി ഒരു പുതിയ സംഭവം കൊണ്ടുവന്നാലോ എന്ന്. അങ്ങനെ 1982 ഇവന്മാരൊരു ക്ലാസ് പുറത്തിറക്കി. അതാണ് ഈ ഗ്രൂപ്പ് ബി. അവരുടെ ഐഡിയ വാസ് സിമ്പിൾ. ഈ റേസിൽ പങ്കെടുക്കുന്ന മാനുഫാക്ചേഴ്സ് ഉണ്ടല്ലോ, ഇവന്മാരുടെ ഒരു 200 റോഡ് ലീഗൽ കാർ മാത്രം ഇറക്കിയാൽ മതി. അത് റേസിലോട്ട് ഇറക്കുമ്പോൾ എത്ര വേണമെങ്കിലും പവറും കയറ്റാം, എങ്ങനെ വേണമെങ്കിലും മോഡിഫൈയും ചെയ്യാം. ശരിക്കും നിങ്ങൾക്ക് അൺലിമിറ്റഡ് പവർ കയറ്റാൻ പറ്റുകയാണെങ്കിൽ അതും ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. അന്നത്തെ കാലത്ത് F1 കാറുകൾ ഉണ്ടല്ലോ, അതിനെക്കാട്ടും പവറായിരുന്നു ഈ റോഡും അല്ല, ഒരു കണ്ടത്തിലൂടെ ഓടുന്ന ഈ റാലി കാറിന്. സേഫ്റ്റി ആണെങ്കിലോ വട്ടപൂജ്യം. ഇതിലെ ഫസ്റ്റ് പ്രാന്തൻ മാനുഫാക്ചേഴ്സ് ആരാന്നറിയോ? ഔഡി. ഇവന്മാരൊരു സാധനം ഇറക്കി, ഓഡി ക്വാട്രോ. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് മുന്നേ ഉള്ള കാറുകളൊക്കെ ഫ്രണ്ട് വീൽ ഡ്രൈവ് അല്ലെങ്കിൽ റിയൽ വീൽ ഡ്രൈവ് അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇവന്മാർ ഓൾ വീൽ ഡ്രൈവ് അങ്ങോട്ടൊക്കെ ഇറക്കി. ആദ്യമൊക്കെ ആൾക്കാർ കളിയാക്കി, കാരണം ഓൾ വീൽ ഡ്രൈവ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് വെയിറ്റ് കൂടും, അപ്പം വണ്ടി സ്ലോ ആവും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ ഈ സാമാനം കൈവിട്ട പോക്കായിരുന്നു പോയത്. ഒടുക്കത്തെ പവറായിരുന്നു ഈ വണ്ടിക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും കളിയാക്കിയവരും ഉണ്ടാതിരുന്ന് മറ്റേ മാനുഫാക്ചേഴ്സ് ഒക്കെ ഓൾ വീൽ ഡ്രൈവ് വണ്ടി ഇറക്കാൻ തുടങ്ങി. ആൻഡ് അതിലൊരു ലെജൻഡ് വന്നു, ദി ബ്യൂട്ടിഫുൾ ഷോർട്ട് വീൽ ബേസ് മോൺസ്റ്റർ. വേൾഡ് റാലി ചാമ്പ്യൻഷിപ്പിൽ ജയിച്ച ലാസ്റ്റ് വണ്ടി. പക്ഷെ അവിടെ നിന്നും തീർന്നിട്ടില്ല, അടുത്ത സാധനത്തിന് ഇറക്കി ലാൻസിയ ഡെൽറ്റ S4. ഇതാണെങ്കിലോ ബോണറ്റിനടിയിൽ 2 സാമാനം കുത്തിക്കയറ്റിട്ടാണ് വന്നത്, ടർബോ ചാർജറും സൂപ്പർ ചാർജറും. ഒഫീഷ്യലി വണ്ടി 500 ഹോഴ്സ് പവറിന് മേലെ പോവും, അൺഒഫീഷ്യലി 600-650 ഹോഴ്സ് പവർ. വെയിറ്റ് ആണെങ്കിലോ അറൌണ്ട് 860 കിലോഗ്രാം. ആലോചിക്കണേ, നമ്മൾ പറയില്ലേ തക്കാളിപ്പെട്ടിക്ക് ഗോദ്രേജിന് പൊട്ടുന്നു, അതേപോലെ ആയിരുന്നു ആ ഐറ്റം. പിന്നെ വന്നത് ഒരു മിഡ് എഞ്ചിൻ റോക്കറ്റ് ആയിരുന്നു, പ്യൂഷോ 205. കുഞ്ഞു കാറ് ഒടുക്കത്തെ. അടുത്തത് വിദൗ മേക്കർ. അന്നത്തെ ഒട്ടുമിക്ക ഡ്രൈവേഴ്സിനും ഈ സാധനം ഒരു ഹരായിരുന്നു, ഓഡി സ്പോർട്ട് ക്വാട്രോ S1. ഏകദേശം 830 ഹോഴ്സ് പവറിന് മേലെ ഈ സാധനത്തിന് പവർ ഉണ്ടായിരുന്നു. വെറുതെ അല്ല ആൾക്കാർ ഈ വണ്ടീനെ വിദൗ മേക്കർ എന്നൊന്ന് വിളിച്ചത്. ഇതിന്റെ ബാക്കിൽ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വണ്ടീനെ പറ്റിയൊക്കെ പറഞ്ഞു. ഇനി ഇത് ഓടിക്കാനുള്ള ആൾക്കാരുണ്ടല്ലോ, ഇതിൽ മെയിൻ ആൾക്കാർ, അതായത് ഫേമസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ്. ആരി വത്താനൻ, ഹെൻറി, മിഷേൽ ബുട്ടോൺ, ജുഹ. ഈ റേസിന്റെ ട്രാക്ക് നോക്കുകയാണെങ്കിൽ അത് റോഡിലൂടെ ഒന്നും അല്ലായിരുന്നു, പുല്ലിലൂടെയും കണ്ടത്തിലൂടെയും മഞ്ഞിലൂടെയും അങ്ങനത്തെ ഓരോരോ സ്ഥലത്തിലൂടെയാണ് ഇതിൻ്റെ ട്രാക്ക് വരുന്നത്. പിന്നെ മതിലിനൊക്കെ പകരം ആൾക്കാരും. മനസ്സിലായില്ലേ? ഈ ഫാൻസ് ഇങ്ങനെ റോഡിൽ ഇങ്ങനെ കയറി നിൽക്കും, എന്നിട്ട് ഈ പറന്നു പോണ സാധനത്തിനെ തൊടും. അതാണ് മെയിൻ പരിപാടി ഫാൻസിൻ്റെ കേട്ടോ. ബാക്കിയുള്ളവർ റേസിൽ ജയിക്കുക അങ്ങനത്തെ പരിപാടി. അങ്ങനെ ഈ തൊടലും തോണ്ടലിനൊക്കെ ഓരോരുത്തരെ കയ്യും കാലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, അത് വേറെ വിഷയം. പോകുന്നവർ മിണ്ടാതെ വീട്ടിൽ പോവാം, അത്ര തന്നെ, വേറെ ഒന്നും കിട്ടാനില്ലല്ലോ. 1985-86 ടൈമിൽ സംഭവം കൈവിട്ടു. ഈ വണ്ടിയുടെ ഒടുക്കത്തെ പവർ കാരണം ഡ്രൈവേഴ്സിന് വരെ വണ്ടീനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതായി. വണ്ടി എവിടെയെങ്കിലും കൊണ്ടുപോയി കയറാം, ഡ്രൈവർമാർ വെന്ത് ശവായി ആവുക, അതൊക്കെ ഒരു പതിവാകാൻ തുടങ്ങി. പിന്നെ പോർച്ചുഗലിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു റാലിയിൽ ഈ ഡെൽറ്റ S4 ഉണ്ടല്ലോ, അത് നേരെ കയറിപ്പോയത് ഈ ആൾക്കൂട്ടത്തിനിടയിലേക്ക്. കുറേ എണ്ണം ആശുപത്രിയിലായി, കുറേ എണ്ണം മരിച്ചുപോയി. റെസ്റ്റ് ഇൻ പീസ്. ഈ വണ്ടി ഓടിച്ചത് നമ്മൾ നേരത്തെ ലിസ്റ്റിൽ പറഞ്ഞൊരു പുള്ളിക്കാരനില്ലേ, ഹെൻറി, അയാളായിരുന്നു.
അങ്ങനെ FIA ഒരു ചായ സമ്മേളനം നടത്തി. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളെ ജനസംഖ്യ കുറയും, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റൂൾസ് ഒന്ന് മാറ്റി എഴുതി പഴയ പോലെ തന്നെ ഒന്നാക്കാന്ന്. അങ്ങനെ ഗ്രൂപ്പ് ബിൻ്റെ കാലം അവസാനിച്ചു. മാനുഫാക്ചേഴ്സൊക്കെ ഒന്ന് വാമായി വന്നതായിരുന്നു അവരുടെ പവറൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. അതപ്പത്തിനേക്ക് നശിച്ചു. പിന്നെ തലയില്ലാത്ത ഫാൻസിൻ്റെ കുറേ എൻ്റർടൈൻമെൻറ്റ് തീർന്നു. പക്ഷേ സേഫ്റ്റി വന്നു, എല്ലാം നോർമലായി. അങ്ങനെ ഗ്രൂപ്പ് ബിൻ്റെ വീഡിയോ ഇവിടെ കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ഈ ബ്രസീലിൽ നിൽക്കുമ്പോൾ എന്താ ഫസ്റ്റ് മനസ്സിൽ നെയ്മർ, ഫുട്ബോൾ, സാമ്പ, അതൊക്കെ അല്ലേ? ഇതുപോലത്തെ ഒരു കഴപ്പുള്ളൊരു ഐറ്റം വേറെ ഉണ്ട് അങ്ങ് ബ്രസീലിൽ. ആ സ്റ്റോറി ആയിട്ട് ഞാൻ വരാം.